ഹലോ ഗായ്, സൺഡേ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നാലുപേരും കൂടെ ഒന്ന് ഭക്തി മാർഗ്ഗം സ്വീകരിച്ചു. ഞാനും അമ്മയും കൊച്ചും അവനും കൂടെ ഒന്ന് ആറ്റുകാൽ അമ്പലം വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഷ്ടി ഒരു അരമണിക്കൂർ വേണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ ഞങ്ങൾ ആറ്റുകാൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മഴയാണെങ്കിലും ആട്ട ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോവിലിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഉണ്ട് അവിടെ അതാ ജലപ്രവാഹം, കടൽ പോലെ കിടക്കുന്ന മഴ പെയ്തിട്ടുള്ള വെള്ളം. അവിടെ പണികൾ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ. അങ്ങനെ ഇതോ കാണുന്ന ഓഡിറ്റോറിയം കണ്ടോ ഗായ്സ്, ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അംബ ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി, അകത്തൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് തൊഴുത് വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സൺഡേ ആണെങ്കിലും വലിയ തിരക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. ഞങ്ങളൊരു 5-5:30 ആ ഒരു നേരത്തൊക്കെയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 5:30 അല്ല 6 മണിയൊക്കെ ആവാറായപ്പോൾ ദീപാരാധന സമയമായിരിക്കും. പിന്നെ പുറത്ത് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ക്രൗഡ്. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അവിടെ ഒന്നും നിന്നില്ല. എന്നിട്ട് പുറത്ത് പോയി അവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് കുറേ നേരം ഇരുന്ന് വായി നോക്കി. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ തലമുടി ഉണ്ടോ കെട്ടി വയ്ക്കുക ഒരു സ്ലൈഡ് പോലും ഇല്ലാതിരുന്നത് കൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതോ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാ ഈ മറച്ച് വെച്ചിരുന്ന ഷീറ്റ് വെച്ച് അവിടെയാണ് എല്ലാവരും അറിഞ്ഞു കാണും. കണ്ണകിയുടെ വലിയ ശിലാസ്ഥാപനം എന്താണെന്നോ, ശില പോലെ നമ്മളുടെ ആഴിമലയുള്ള അതുപോലെ കണ്ണകിയുടെ ചിലമ്പേന്തിയ ഒരു ശില അവിടെ വരാൻ പോകുന്നു. അതാണ് ഇവിടെ പണി നടക്കുന്നതും ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നതും ഇത്രമേൽ ഇവിടെ കുളം കെട്ടിപ്പോയതും. പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് അതാ കുറച്ച് നല്ല ചൂട് കപ്പലണ്ടിയൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ചായയും അതാ വിഭവസമൃദ്ധമായ കുറച്ച് പലഹാരങ്ങളും. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടില്ലായിരുന്നു, കാരണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് ചേട്ടൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഡ്രസ്സ് മാറ്റാതെ അവിടെ ഇരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ച് പറഞ്ഞു, ഇന്ന് പോകുന്നില്ല, നല്ല മഴയായതുകൊണ്ട് നീ വരണ്ട, അവിടെ നിന്നാൽ മതി, ഞാൻ വീട്ടിൽ പോയിക്കോളാം. ബസ്സിലായതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് പാടായതുകൊണ്ട് അത് ഞങ്ങൾ പിന്നെ ഇച്ചിരി അങ്ങോട്ട് ചിക്കൻ കറിയും എന്താ പറയുക ഇടിയപ്പമൊക്കെ വെച്ച് കഴിച്ച് ആഘോഷിച്ചു. ഇന്ന് പോകുന്നില്ല, ഒരു ദിവസം കൂടെ കിട്ടിയതിൻ്റെ. പിന്നെ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്ത മുട്ടായി, കൊച്ചിന് വാങ്ങിച്ചു കൊടുത്ത കേക്ക്, കൊച്ചിന് വാങ്ങിച്ചു കൊടുത്ത ഐസ്ക്രീം, അവളുടെ മാമ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത സകലമാന സാധനങ്ങൾ തിന്ന് ഞാൻ അങ്ങോട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൂടെ വീട്ടിൽ നിൽക്കാൻ പറ്റുമല്ലോ. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്കൂളുണ്ട്, അതുകൊണ്ടാണ് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിൽക്കായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ രാവിലെ തന്നെ ഒരു 11 മണിയായപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് റെഡിയാവും, നമുക്കിപ്പോൾ തന്നെ പോകാം മഴയ്ക്ക് മുന്നേന്ന്. അങ്ങനെ 11-12 മണിക്ക് മുന്നേ തന്നെ അമ്മ എനിക്കും വാരിത്തന്ന് ഞാൻ കൊച്ചിനും വാരി കൊടുത്ത് അങ്ങനെ കുറച്ച് ചോറ് എന്നെ കൊണ്ട് അടിച്ച് തീറ്റിപ്പിച്ച്, എന്തെന്ന് വെച്ചാൽ നമുക്കും കൂടെ വെച്ചതല്ലേ, പിന്നെ തിന്നാതെ പോകുന്നത് കൊണ്ട് അമ്മയ്ക്ക് വിഷമം, അതുകൊണ്ട് അമ്മ കുത്തി കയറ്റി തന്നു. എന്നിട്ട് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ചേട്ടനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. കൊച്ചിനെ കൊണ്ടുപോയാലും ആർക്കും എണിച്ചു തരണം എന്നുള്ളൊരു മര്യാദ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ നേരം നിന്നതിന് ശേഷം ആണ് സീറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ, കട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ചേട്ടൻ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വണ്ടി കയറി വീട്ടിൽ പോയി. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ, ബൈ ബൈ.